നമസ്കാരം. എജു വേൾഡ് കേരള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് +1 തുല്യതാ പഠിതാക്കൾക്കായി 2025 അക്ഷര കൈരളി പരീക്ഷാ പതിപ്പിൽ നിന്നുള്ള ഹിസ്റ്ററിയുടെ മാതൃകാ ചോദ്യപേപ്പർ വിശകലനമാണ്. സാധാരണ പൊതുപരീക്ഷയ്ക്ക് മാതൃകാ ചോദ്യപേപ്പറിൽ നിന്നുള്ള ചോദ്യങ്ങളും ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ക്ലാസ് മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ക്ലാസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. അതോടൊപ്പം ക്ലാസ് ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. ചോദ്യപേപ്പർ നോക്കാം. 1 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുവാനാണ്. ഓരോ സ്കോർ വീതമാണ്. ഒന്നാമത്തെ ചോദ്യം, വിവേകിയായ മനുഷ്യനെ തിരിച്ചറിയുക. വിവേകിയായ മനുഷ്യനെ തിരിച്ചറിയുക. ഓപ്ഷൻസ്: ഹോമോ ഇറക്ടസ്, ഹോമോ ഹബിലിസ്, ഹോമോ സാപ്പിയൻസ്, ആസ്ട്രലോപിത്തക്കേസ്. ഉത്തരം ഹോമോ സാപ്പിയൻസ്. ഉത്തരം ഹോമോ സാപ്പിയൻസ്. പേജ് നമ്പർ 11 ഹോമോയെ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചിരിക്കുന്ന പട്ടിക നന്നായി പഠിക്കുക. അതുപോലെ ഹോമിനിഡുകളെ 2 വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്ന പട്ടികയും പഠിക്കുക. രണ്ടാമത്തെ ചോദ്യം, നവോത്ഥാനം ആരംഭിച്ചത് എവിടെ? നവോത്ഥാനം ആരംഭിച്ചത് എവിടെ? ഓപ്ഷൻസ്: ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, ബ്രിട്ടൻ. ഉത്തരം ഇറ്റലി. ഉത്തരം ഇറ്റലി. പേജ് നമ്പർ 79 നവോത്ഥാനം എന്ന ചാപ്റ്ററിൽ നവോത്ഥാനം രൂപപ്പെടാനുള്ള സാഹചര്യവും കല, സാംസ്കാരികം, ശാസ്ത്രം തുടങ്ങി നിരവധി മേഖലകളിൽ നവോത്ഥാനം ചെലുത്തിയ സ്വാധീനവും പാഠഭാഗത്ത് വിശദീകരിക്കുന്നുണ്ട്. പാഠഭാഗം നന്നായി വായിച്ച് മനസ്സിലാക്കുക. മൂന്നാമത്തെ ചോദ്യം, ചുവടെ പറയുന്നവയിൽ ഇറ്റാലിയൻ നഗരം ഏത്? ചുവടെ പറയുന്നവയിൽ ഇറ്റാലിയൻ നഗരം ഏത്? ഓപ്ഷൻസ്: മോസ്കോ, ലണ്ടൻ, വെനീസ്, ബെർലിൻ. ഉത്തരം വെനീസ്. ഉത്തരം വെനീസ്. നവോത്ഥാനത്തിന്റെ ഫലമായി സാംസ്കാരികമായി പുരോഗമിച്ച ഇറ്റാലിയൻ നഗരമാണ് വെനീസ്. നാലാമത്തെ ചോദ്യം, മൊണോലിസ ആരുടെ ചിത്രമാണ്? മൊണോലിസ ആരുടെ ചിത്രമാണ്? ഓപ്ഷൻസ്: മൈക്കൽ ആഞ്ചലോ, ഡാവിഞ്ചി, ഫിലിപ്പോ ബ്രൂണലേഷി, റാഫേൽ. ഉത്തരം ഡാവിഞ്ചി. ഉത്തരം ഡാവിഞ്ചി. പേജ് നമ്പർ 82 നവോത്ഥാന കാലഘട്ടത്തിലെ കലാസൃഷ്ടികളെ കുറിച്ച് പറയുന്നുണ്ട്. ലിയനാർഡോ ഡാവിഞ്ചിയുടെ മൊണോലിസയും അന്ത്യ അത്താഴവും ലോകപ്രശസ്ത കലാസൃഷ്ടികളാണ്. അഞ്ചാമത്തെ ചോദ്യം, രക്തചംക്രമണ വ്യവസ്ഥ കണ്ടുപിടിച്ചത് ആര്? രക്തചംക്രമണ വ്യവസ്ഥ കണ്ടുപിടിച്ചത് ആര്? ഓപ്ഷൻസ്: വില്യം ഹാർവി, ഗുട്ടൻബർഗ്, ഐസക് ന്യൂട്ടൺ, ക്ലെപ്പർ. ഉത്തരം വില്യം ഹാർവി. ഉത്തരം വില്യം ഹാർവി. പേജ് നമ്പർ 85 ഇതേക്കുറിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള പല കണ്ടുപിടുത്തങ്ങളും നവോത്ഥാന കാലഘട്ടം ലോകത്തിന് നൽകിയ സംഭാവനകളാണ്. നവോത്ഥാനം എന്ന പാഠഭാഗം നല്ലതുപോലെ വായിച്ചു മനസ്സിലാക്കുക. അതിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കുവാൻ സാധ്യതയുണ്ട്. ആറാമത്തെ ചോദ്യം, അൽമാഗസ്റ്റ് എന്ന ഗ്രന്ഥം രചിച്ചതാര്? അൽമാഗസ്റ്റ് എന്ന ഗ്രന്ഥം രചിച്ചതാര്? ഓപ്ഷൻസ്: ടോളമി, അവിസന്ന, അൽറാസി, ഇബ്ൻ റഷീദ്. ഉത്തരം ടോളമി. ഉത്തരം ടോളമി. ഇത് മധ്യ പൗരസ്ത്യ ദേശത്തെ ഇസ്ലാം എന്ന പാഠഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്. 48ാമത്തെ പേജിലാണ് ടോളമിയുടെ അൽമാഗസ്റ്റ് എന്ന കൃതിയെക്കുറിച്ച് സൂചിപ്പിക്കുന്നത്. അടുത്തത് ചേരുംപടി ചേർക്കുവാനാണ്. ഏഴാമത്തെ ചോദ്യം, എ കോളത്തിന് അനുയോജ്യമായവ ബി കോളത്തിൽ നിന്ന് കണ്ടെത്തി എഴുതുക. ഓരോ സ്കോർ വീതമാണ്. എ കോളത്തിൽ തന്നിരിക്കുന്നത് എബ്രഹാം ഡാർവി മൂന്നാമൻ, ജോൺ കെ, ജെയിംസ് വാട്ട്, എഡ്മണ്ട് കോർട്ട്റൈറ്റ്. ബി കോളത്തിൽ ആവിയന്ത്രം, പവർലൂം, ലോകത്തിലെ ആദ്യ ഇരുമ്പ് പാലം, ഫ്ലൈയിങ് ഷട്ടിൽ എന്നിവയാണ്. ഇനി ഇതൊന്ന് ചേരുംപടി ചേർക്കാം. എബ്രഹാം ഡാർവി മൂന്നാമൻ, ലോകത്തിലെ ആദ്യ ഇരുമ്പ് പാലം. എബ്രഹാം ഡാർവി മൂന്നാമൻ, ലോകത്തിലെ ആദ്യ ഇരുമ്പ് പാലം. ജോൺ കെ, ഫ്ലൈയിങ് ഷട്ടിൽ. ജോൺ കെ, ഫ്ലൈയിങ് ഷട്ടിൽ. ജെയിംസ് വാട്ട്, ആവിയന്ത്രം. ജെയിംസ് വാട്ട്, ആവിയന്ത്രം. എഡ്മണ്ട് കാർട്ട്റൈറ്റ്, പവർലൂം. എഡ്മണ്ട് കാർട്ട്റൈറ്റ്, പവർലൂം. പേജ് നമ്പർ 104 തുണി വ്യവസായ രംഗത്തെ കണ്ടുപിടുത്തങ്ങളുടെ ഒരു പട്ടികയും പേജ് നമ്പർ 105 കൽക്കരി, ഇരുമ്പ്, ആവശ്യക്തി എന്നിവയിലെ പ്രധാന കണ്ടുപിടുത്തങ്ങളുടെ ഒരു പട്ടികയും തന്നിട്ടുണ്ട്. രണ്ടും നല്ലതുപോലെ പഠിക്കുക. എട്ടാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയെ കാലഗണനാക്രമത്തിൽ എഴുതുവാനാണ്. ചുവടെ തന്നിരിക്കുന്നവയെ കാലഗണനാക്രമത്തിൽ എഴുതുവാനാണ്. ചുവടെ തന്നിരിക്കുന്നത് നോക്കാം. റഷ്യൻ വിപ്ലവം, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം, ചൈനയിൽ ജനകീയ റിപ്പബ്ലിക് സ്ഥാപിച്ചു, ചൈനയിലെ ലോങ് മാർച്ച്. ഇത് പേജ് നമ്പർ 116-17 ഇതേക്കുറിച്ച് വിവരിക്കുന്നത്. പ്രധാന സംഭവങ്ങളുടെ വർഷങ്ങൾ പഠിച്ചു വെക്കുക. നമുക്ക് ഈ സംഭവങ്ങളുടെ വർഷങ്ങളൊന്ന് നോക്കാം. റഷ്യൻ വിപ്ലവം 1917, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം 1921,
ചൈനീസ് ജനകീയ റിപ്പബ്ലിക് സ്ഥാപിച്ചത് 1949. ചൈനയിലെ ലോങ് മാർച്ച് 1934. ഇനി ഇതൊന്നു കാലഗണനാ ക്രമത്തിൽ എഴുതാം. 1. റഷ്യൻ വിപ്ലവം 1917. 2. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം 1921. 3. ചൈനയിലെ ലോങ് മാർച്ച് 1934. 4. ചൈനയിലെ ജനകീയ റിപ്പബ്ലിക് സ്ഥാപിച്ചു 1949. ഈ ക്രമത്തിലാണ് ഇത് എഴുതേണ്ടത്. 9ാമത്തെ ചോദ്യം, തന്നിരിക്കുന്ന ലോകത്തിന്റെ രൂപരേഖയിൽ ചുവടെ പറയുന്നവ അടയാളപ്പെടുത്തുക. തന്നിരിക്കുന്ന ലോകത്തിന്റെ രൂപരേഖയിൽ ചുവടെ പറയുന്നവ അടയാളപ്പെടുത്തുക. ചോദ്യപേപ്പറിന്റെ കൂടെ ഒരു മാപ്പ് തരുന്നതാണ്, അതിൽ കൃത്യമായി അടയാളപ്പെടുത്തുക. ഇവിടെ അടയാളപ്പെടുത്തുവാൻ തന്നിരിക്കുന്നത് നോക്കാം. മെഡിറ്ററേനിയൻ കടൽ, സഹാറ മരുഭൂമി, മക്ക, മദീന എന്നിവയാണ്. ഇത് മധ്യ പൗരസ്ത്യ ദേശത്തെ ഇസ്ലാം എന്ന പാഠഭാഗത്തെ 39ാമത്തെ പേജിൽ തന്നിരിക്കുന്ന മാപ്പാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് തന്നെയാണ് ചോദിക്കുന്നതെങ്കിൽ സ്ക്രീനിൽ കാണുന്നത് പോലെ അടയാളപ്പെടുത്തുക. ഇതല്ലെങ്കിൽ മാപ്പ് വരാൻ സാധ്യതയുള്ളത് റോമ സാമ്രാജ്യം, അധിനിവേശവും ചെറുത്തുനിൽപ്പും എന്നീ പാഠഭാഗങ്ങളിൽ നിന്നായിരിക്കും. ആ പാഠഭാഗങ്ങളിലെ മാപ്പും നന്നായി നോക്കി മനസ്സിലാക്കുക. അടുത്തത് 10 മുതൽ 18 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 8 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുവാനാണ്. ഓരോന്നിനും 2 സ്കോർ വീതമാണ്. 10ാമത്തെ ചോദ്യം, റോമ സാമ്രാജ്യവും ഇറാനിയൻ സാമ്രാജ്യവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എഴുതുക. റോമ സാമ്രാജ്യവും ഇറാനിയൻ സാമ്രാജ്യവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എഴുതുക. പേജ് നമ്പർ 24-ൽ റോമ സാമ്രാജ്യവും ഇറാനിയൻ സാമ്രാജ്യവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ വിശദീകരിക്കുന്ന ഒരു പട്ടിക തന്നിട്ടുണ്ട്. അത് എഴുതിയാൽ മതി. നോക്കാം. റോമ സാമ്രാജ്യം സാംസ്കാരിക വൈവിധ്യങ്ങൾ കൂടുതൽ, വ്യത്യസ്ത ജനവിഭാഗങ്ങൾ, ധാരാളം ഭാഷകൾ ഉണ്ടായിരുന്നു. ഇറാനിയൻ സാമ്രാജ്യം സാംസ്കാരിക വൈവിധ്യങ്ങൾ കുറവ്, ഇറാനിയൻ വർഗത്തിൽപ്പെട്ട ജനങ്ങൾ അരാമിക് ഭാഷ സംസാരിച്ചു. ഇത് എഴുതിയാൽ മതി. 11ാമത്തെ ചോദ്യം, പ്രാചീന മനുഷ്യന് തീ കൊണ്ട് ഉണ്ടായിരുന്ന ഏതെങ്കിലും 2 ഉപയോഗങ്ങൾ എഴുതുക. പ്രാചീന മനുഷ്യന് തീ കൊണ്ടുണ്ടായിരുന്ന ഏതെങ്കിലും 2 ഉപയോഗങ്ങൾ എഴുതുക. പേജ് നമ്പർ 12-ൽ പ്രാചീന മനുഷ്യന്റെ തീയുടെ ഉപയോഗം വിശദീകരിച്ചിട്ടുണ്ട്. നോക്കുക. തീയുടെ ഉപയോഗങ്ങൾ നോക്കാം. ഗുഹയ്ക്കുള്ളിൽ പ്രകാശവും ചൂടും ലഭിക്കാൻ, ഭക്ഷണം പാകം ചെയ്യാൻ, ശിലായുധങ്ങൾ രൂപപ്പെടുത്താൻ, വന്യജീവികളെ ആട്ടിയോടിക്കാൻ. ഇതിൽ നിന്ന് ഏതെങ്കിലും 2 എണ്ണം എഴുതുക. 12ാമത്തെ ചോദ്യം, അബ്ദുൽ മാലിക്കിന്റെ 2 ഭരണ പരിഷ്കാരങ്ങൾ എഴുതുക. അബ്ദുൽ മാലിക്കിന്റെ 2 ഭരണ പരിഷ്കാരങ്ങൾ എഴുതുക. പേജ് നമ്പർ 41 നോക്കുക. അറബി ഭരണഭാഷയാക്കി, ഇസ്ലാമിക നാണയ വ്യവസ്ഥ നടപ്പിലാക്കി, ജെറുസലേമിൽ ഡോം ഓഫ് ദി റോക്ക് പണി കഴിപ്പിച്ചു. ഇതിൽ നിന്നും ഏതെങ്കിലും 2 എണ്ണം എഴുതുക. 13ാമത്തെ ചോദ്യം, നവോത്ഥാന കാലഘട്ടത്തിലെ ഏതെങ്കിലും 2 ചിത്രകാരന്മാരുടെ പേരെഴുതുക. നവോത്ഥാന കാലഘട്ടത്തിലെ ഏതെങ്കിലും 2 ചിത്രകാരന്മാരുടെ പേരെഴുതുക. പേജ് നമ്പർ 82-ൽ നവോത്ഥാന കാലത്തെ ചിത്രകലകളെക്കുറിച്ചും ചിത്രകാരന്മാരെ കുറിച്ചും വിശദീകരിക്കുന്നുണ്ട്. നോക്കി മനസ്സിലാക്കുക. ലിയാനർഡോ ഡാവിഞ്ചി, മൈക്കൽ ആഞ്ചലോ, റാഫേൽ എന്നിവർ നവോത്ഥാന കാലത്തെ പ്രശസ്തരായ ഇറ്റാലിയൻ ചിത്രകാരന്മാരായിരുന്നു. 2 പേരുടെ പേരെഴുതുക. 14ാമത്തെ ചോദ്യം, ഫ്യൂഡലിസം എന്നാൽ എന്ത് നിർവചിക്കുക. ഫ്യൂഡലിസം എന്നാൽ എന്ത് നിർവചിക്കുക. പേജ് നമ്പർ 65 നോക്കുക. ഫ്യൂഡലിസം എന്നത് മധ്യകാല യൂറോപ്പിൽ നിലനിന്നിരുന്ന ഒരു സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ വ്യവസ്ഥിതിയായിരുന്നു. ഭൂമി കൈവശം വെക്കുന്നതിനെ ആധാരമാക്കി ഉന്നത തലത്തിൽ നിന്ന് താഴ്ന്ന തലത്തിലേക്ക് അധികാരം കൈമാറുന്ന ഒരു ശൃംഖല സംവിധാനമായിരുന്നു ഇത്. അതുപ്രകാരം അന്നത്തെ സമൂഹം 3 തട്ടുകളായിട്ടാണ് ഉണ്ടായിരുന്നത്. ഏറ്റവും മുകളിൽ പുരോഹിതന്മാരും, തൊട്ടു താഴെ പ്രഭുക്കന്മാരും, ഏറ്റവും അടിയിലായി കർഷകരും ഉൾപ്പെടുന്നതാണ് ഈ ശ്രേണി. 15ാമത്തെ ചോദ്യം, ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏതെങ്കിലും 2 ലക്ഷ്യങ്ങൾ എഴുതുക. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏതെങ്കിലും 2 ലക്ഷ്യങ്ങൾ എഴുതുക. 1945 ഒക്ടോബർ 24-ന് നിലവിൽ വന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ ലക്ഷ്യങ്ങൾ നോക്കാം. 1. ഭാവി തലമുറയെ യുദ്ധത്തിൽ നിന്ന് രക്ഷിക്കുക, രാജ്യങ്ങൾ തമ്മിൽ സഹകരണം ഉറപ്പുവരുത്തുക, മനുഷ്യന്റെ മൗലിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുക, ലോക ജനതയുടെ സാമൂഹിക സാമ്പത്തിക പുരോഗതി ഉറപ്പുവരുത്തുക. ഇതിൽ നിന്ന് ഏതെങ്കിലും 2 എണ്ണം എഴുതുക. അതുപോലെ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഘടകങ്ങളും സംഘടനയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന പ്രത്യേക ഏജൻസികളും ചോദിക്കുവാൻ സാധ്യതയുണ്ട്. നോക്കാം. ഘടകങ്ങൾ: പൊതുസഭ, സാമ്പത്തിക സാമൂഹിക സമിതി, അന്താരാഷ്ട്ര നീതിന്യായ കോടതി, രക്ഷാസമിതി, സെക്രട്ടേറിയറ്റ്, ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ. ഇനി ഏജൻസികൾ നോക്കാം. അന്താരാഷ്ട്ര തൊഴിൽ സംഘടന, ലോകാരോഗ്യ സംഘടന, ഭക്ഷ്യ കാർഷിക സംഘടന, അന്താരാഷ്ട്ര നാണയനിധി, യുനെസ്കോ, യൂണിസെഫ്, അന്താരാഷ്ട്ര അണുശക്തി ഏജൻസി. ഇതും കൂടിയൊന്ന് മനസ്സിലാക്കി വെക്കുക. 16ാമത്തെ ചോദ്യം,
റഷ്യൻ വിപ്ലവത്തിന്റെ ഏതെങ്കിലും രണ്ട് ഫലങ്ങൾ എഴുതുക. റഷ്യൻ വിപ്ലവത്തിന്റെ ഏതെങ്കിലും രണ്ട് ഫലങ്ങൾ എഴുതുക. പേജ് നമ്പർ 119 നോക്കുക. സർ ചക്രവർത്തിമാരുടെ ദുർഭരണത്തിന് അന്ത്യം കുറിച്ചു. കൃഷിഭൂമി കണ്ടുകെട്ടി കർഷകർക്ക് വിതരണം ചെയ്തു. സോഷ്യലിസ്റ്റ് സിദ്ധാന്തങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു. ഫ്യൂഡലിസവും മുതലാളിത്തവും അവസാനിച്ചു. ഇതിൽ നിന്നും ഏതെങ്കിലും രണ്ടെണ്ണം എഴുതുക. 17ാമത്തെ ചോദ്യം, മെയ്ജി പുനഃസ്ഥാപനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? മെയ്ജി പുനഃസ്ഥാപനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? പേജ് നമ്പർ 114 നോക്കുക. 1868 ജപ്പാനിൽ നിലവിലുള്ള പട്ടാള ഭരണാധികാരികളായ ഷോഗന്മാരെ പുറത്താക്കുകയും മെയ്ജി ചക്രവർത്തിയുടെ ഭരണം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. ഇതാണ് മെയ്ജി പുനഃസ്ഥാപനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മെയ്ജി ചക്രവർത്തിമാരുടെ ഭരണത്തോടെ ജപ്പാൻ സാമ്പത്തികമായും സൈനികമായും വ്യാവസായികമായും മുന്നിലെത്തി. 18ാമത്തെ ചോദ്യം, ലോങ് മാർച്ചിനെ കുറിച്ച് ലഘുകുറിപ്പ് തയ്യാറാക്കുക. ലോങ് മാർച്ചിനെ കുറിച്ച് ലഘുകുറിപ്പ് തയ്യാറാക്കുക. പേജ് നമ്പർ 116 നോക്കുക. ചൈനയിൽ ചിയാങ് കൈഷക്കിന്റെ അഴിമതി നിറഞ്ഞ ഭരണത്തിനെതിരെ മാവോ സെതുങ്ങിന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകൾ ശക്തമായി പ്രതികരിക്കുകയും അതുമൂലം കൈഷക്കിന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷ നേടുന്നതിനായി മാവോ സെതുങ്ങും അനുയായികളും പുതിയ താവളങ്ങൾ തേടി 1934 കിഴക്കൻ ചൈനയിലെ കിയാങ്സി മുതൽ വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യയായ ഷെൻസി വരെ ഒരു യാത്ര നടത്തി. ഈ യാത്രയാണ് ലോങ് മാർച്ച് എന്നറിയപ്പെടുന്നത്. ഈ മാർച്ചാണ് ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിന് ശക്തി നൽകിയത്. അടുത്തത് 19 മുതൽ 21 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുവാനാണ്. 3 സ്കോർ വീതമാണ്. 19ാമത്തെ ചോദ്യം, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിന്റെ നേതാക്കളുടെ പേരെഴുതുക. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിന്റെ നേതാക്കളുടെ പേരെഴുതുക. 98, 99 പേജുകളിലാണ് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തെക്കുറിച്ച് വിശദീകരിക്കുന്നത്. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ ആദ്യത്തെയാൾ ഫ്രാൻസിസ്കോ മിറാണ്ട ആയിരുന്നു. അദ്ദേഹത്തിന്റെ മരണശേഷം ജോസെ സാൻ മാർട്ടിൻ, സൈമൺ ബൊളീവർ എന്നിവർ നേതൃത്വം നൽകി. ഈ 3 പേരുകളും എഴുതുക. 20ാമത്തെ ചോദ്യം, ഡോക്ടർ സന്യാസനിന്റെ 3 തത്വങ്ങൾ എഴുതുക. ഡോക്ടർ സന്യാസനിന്റെ 3 തത്വങ്ങൾ എഴുതുക. പേജ് നമ്പർ 116 നോക്കുക. 17ാം നൂറ്റാണ്ടിന്റെ മധ്യകാലം മുതൽ ചൈന ഭരിച്ചിരുന്ന മഞ്ചു ഭരണകൂടത്തെ പുറത്താക്കിക്കൊണ്ട് 1911 ഡോക്ടർ സന്യാസനിന്റെ നേതൃത്വത്തിൽ ചൈനയിൽ ഒരു റിപ്പബ്ലിക്കൻ ഭരണം സ്ഥാപിച്ചു. ഡോക്ടർ സന്യാസനിനെ ആധുനിക ചൈനയുടെ സൃഷ്ടാവായി കണക്കാക്കുന്നു. അദ്ദേഹത്തിന്റെ 3 തത്വങ്ങൾ നോക്കാം. ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. 21ാമത്തെ ചോദ്യം, ഇൻക സംസ്കാരത്തെക്കുറിച്ച് ലഘുകുറിപ്പ് തയ്യാറാക്കുക. ഇൻക സംസ്കാരത്തെക്കുറിച്ച് ലഘുകുറിപ്പ് തയ്യാറാക്കുക. പേജ് നമ്പർ 92 നോക്കുക. 12ാം നൂറ്റാണ്ടോടെ തെക്കേ അമേരിക്കയിൽ വികസിച്ചു വന്ന ശക്തമായ ഒരു സംസ്കാരമായിരുന്നു ഇൻക സംസ്കാരം. പെറു ആയിരുന്നു ഇതിന്റെ കേന്ദ്രം. അധികാരത്തിന്റെ കേന്ദ്രം രാജാവായിരുന്നു. അതുപോലെ കിച്ചുവ എന്ന കൊട്ടാര ഭാഷ എല്ലാവർക്കും സംസാരിക്കാൻ കഴിയണമായിരുന്നു. മുതിർന്നവരുടെ സഭയാണ് ഓരോ ഗോത്രവും ഭരിച്ചിരുന്നത്. അവർ പർവ്വതങ്ങളിലൂടെ റോഡുകൾ നിർമ്മിച്ചു. കൃഷിയായിരുന്നു സംസ്കാരത്തിന്റെ അടിസ്ഥാനം. ചോളം, ഉരുളക്കിഴങ്ങ് തുടങ്ങിയവ കൃഷി ചെയ്തിരുന്നു. അഴുക്കുചാലും ജലസേചന സൗകര്യങ്ങളും വികസിപ്പിച്ചു. അതുപോലെ ആ കാലഘട്ടത്തിൽ തുന്നലും മൺപാത്ര നിർമ്മാണവും വികസിച്ചു. ക്യുപ്പു എന്ന കണക്കുകൂട്ടൽ സമ്പ്രദായം നിലനിന്നിരുന്നു. ഇതാണ് ഇൻക സംസ്കാരവും അതിന്റെ സവിശേഷതകളും. അടുത്തത് 22 മുതൽ 26 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുവാനാണ്. ഓരോന്നിനും 4 സ്കോർ വീതമാണ്. 22ാമത്തെ ചോദ്യം, അബ്ബാസിയ വിപ്ലവം വിശദമാക്കുക. അബ്ബാസിയ വിപ്ലവം വിശദമാക്കുക. പേജ് നമ്പർ 42 നോക്കുക. ഇസ്ലാമിക ചരിത്രത്തിൽ നിർണായകമായി കണക്കാക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ സാമൂഹിക വിപ്ലവമായിരുന്നു അബ്ബാസിയ വിപ്ലവം. CE 750 ദവ എന്നറിയപ്പെട്ട ഒരു സംഘടിത വിഭാഗം ഉമയ്യദ് വംശത്തിന്റെ ഏകാധിപത്യ പ്രവണതകൾക്കെതിരെ ശക്തമായ പ്രതിഷേധം അഴിച്ചുവിട്ടുകൊണ്ട് ഉമയ്യദ് ഭരണത്തിന് അന്ത്യം കുറിക്കുകയും മുഹമ്മദ് നബിയുടെ അമ്മാവനായ അബ്ബാസിന്റെ പിൻഗാമികളായ അബ്ബാസിയാക്കളെ അധികാരത്തിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അബ്ബാസിയ വിപ്ലവത്തിലേക്ക് നയിച്ച പ്രധാന സാഹചര്യങ്ങൾ നോക്കാം. മുഹമ്മദ് നബിയുടെ യഥാർത്ഥ പിൻഗാമികളെന്ന് അവകാശപ്പെട്ട അബ്ബാസിയാക്കൾക്ക് ഉമയ്യദ് ഭരണത്തിൽ അസംതൃപ്തരായ വിവിധ ജനവിഭാഗങ്ങളുടെ പിന്തുണ ലഭിച്ചു. പ്രവാചക കുടുംബത്തിൽപ്പെട്ട തങ്ങളുടെ നേതാക്കളിൽ ഒരാൾ ഉമയ്യദുകളുടെ കിരാത ഭരണത്തിൽ നിന്നും ജനങ്ങളെ മോചിപ്പിക്കാമെന്നും ഇസ്ലാമിന്റെ നഷ്ടപ്പെട്ട യശസ് പുനഃസ്ഥാപിച്ച് പ്രവാചക കാലഘട്ടത്തിലെ യഥാർത്ഥ ഇസ്ലാമാക്കി തീർക്കാമെന്ന് അവർ ജനങ്ങളെ ബോധ്യപ്പെടുത്തി. ഇറാഖിൽ വേരുകളുള്ള അറബി പടയാളികളിൽ ഭൂരിഭാഗവും സിറിയക്കാരുടെ മേധാവിത്വത്തിൽ അസംതൃപ്തരായിരുന്നു. അതുപോലെ വാഗ്ദാനം ചെയ്തിരുന്ന നികുതി ഇളവുകളും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കാത്തതിൽ
ഖുരാസാനിലെ ജനങ്ങളും അമർഷത്തിലായിരുന്നു. ഇറാനിയായ അബു മുസ്ലിം എന്ന അടിമയുടെ നേതൃത്വത്തിലുള്ള സൈന്യമാണ് അവസാന ഉമയ്യദ് ഖലീഫയായ മർവാനെ സാബ് നദിക്കരയിലെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തുന്നത്. 23ാമത്തെ ചോദ്യം, മാനവികത എന്നാൽ എന്ത് വ്യക്തമാക്കുക. മാനവികത എന്നാൽ എന്ത് വ്യക്തമാക്കുക. പേജ് നമ്പർ 83 നോക്കുക. മനുഷ്യന്റെ താല്പര്യങ്ങളെ പറ്റിയുള്ള സഹതാപപൂർണമായ പഠനത്തെയാണ് ഹ്യൂമനിസം അഥവാ മാനവികത എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാനും സഹകരിക്കാനും നീതിയും കരുണയും പാലിക്കാനുമുള്ള മനുഷ്യന്റെ മനോഭാവമാണ്. ഇത് മറ്റുള്ളവരുടെ അളവിൽ നിന്നുകൊണ്ട് അവരുടെ ജീവിതം മനസ്സിലാക്കുവാനും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനും മനുഷ്യൻ കാണിക്കുന്ന ആന്തരിക ഇച്ഛാശക്തിയാണ് മാനവികത എന്ന് പറയാം. നവോത്ഥാന കാലഘട്ടത്തിൽ മനുഷ്യനും ജീവിത പ്രശ്നങ്ങൾക്കും അതായത് മാനവികതയ്ക്ക് പ്രാധാന്യം നൽകി. മാനവികതയുടെ വളർച്ചയ്ക്ക് ഇറ്റാലിയൻ നഗരവും പാദുവ, ബൊളോഗ്ന എന്നീ സർവകലാശാലകളും പ്രധാന പങ്കുവഹിച്ചു. ഇറ്റാലിയൻ സാഹിത്യകാരനായ പെട്രാർക്ക് മാനവികതയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തു. പെട്രാർക്ക് രചിച്ച സുപ്രസിദ്ധമായ പ്രേമകാവ്യം ലോറ മാനവികതയുടെ പ്രാധാന്യത്തെ വിലമതിക്കുന്ന ഒന്നാണ്. 24ാമത്തെ ചോദ്യം, കോപ്പർനിക്കസ് വിപ്ലവം എന്നാൽ എന്ത് വിശദമാക്കുക. കോപ്പർനിക്കസ് വിപ്ലവം എന്നാൽ എന്ത് വിശദമാക്കുക. പേജ് നമ്പർ 84 നോക്കുക. ചരിത്രത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ച വൈജ്ഞാനിക ചിന്തകരിൽ ഒരാളാണ് പോളണ്ടിൽ നിന്നുള്ള നിക്കോളാസ് കോപ്പർനിക്കസ്. നവോത്ഥാന ശാസ്ത്രത്തിന് ഇദ്ദേഹം നൽകിയ സംഭാവനകളെ പൊതുവെ കോപ്പർനിക്കസ് വിപ്ലവം എന്നാണ് അറിയപ്പെടുന്നത്. പ്രപഞ്ചത്തെക്കുറിച്ച് നിലവിലുണ്ടായിരുന്ന ധാരണകളെ അദ്ദേഹം ചോദ്യം ചെയ്തു. ആദ്യകാലത്തെ ആളുകൾ വിശ്വസിച്ചിരുന്നത് ഭൂമിയാണ് സകലതിന്റെയും കേന്ദ്രമെന്നും സൂര്യനും മറ്റ് ഗ്രഹങ്ങളും ഭൂമിയെ വലം വയ്ക്കുകയാണെന്നുമാണ്. എന്നാൽ പ്രപഞ്ച തത്വങ്ങളെ പറ്റി പ്രതിപാദിച്ചുകൊണ്ട് ഒരു ജ്യോതിശാസ്ത്ര വിപ്ലവം കോപ്പർനിക്കസ് തുടങ്ങിവെച്ചു. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കൃതിയാണ് ജ്യോതിർഗോളങ്ങളുടെ ഭ്രമണം അഥവാ ദ റെവല്യൂഷൻ ഓഫ് ഹെവൻലി ബോഡീസ്. തന്റെ വിപ്ലവകരമായ ചിന്താധാരകൾ ഈ കൃതിയിൽ അദ്ദേഹം അവതരിപ്പിച്ചു. അത് പ്രകാരം സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്നും ഭൂമിയും മറ്റ് ഗ്രഹങ്ങളും സൂര്യനെയാണ് ചുറ്റിക്കൊണ്ടിരിക്കുന്നതെന്നും കോപ്പർനിക്കസ് വാദിച്ചു. ഇതാണ് ഹെലീലിയോ സെൻട്രിക് തിയറി അഥവാ ഹെലീലിയോ കേന്ദ്ര സിദ്ധാന്തം. എന്നാൽ കത്തോലിക്ക സഭയുടെ എതിർപ്പിനെ ഭയന്ന് അദ്ദേഹം അത് പ്രസിദ്ധീകരിച്ചില്ല. പിന്നീട് ഗലീലിയോ, ക്ലെപ്പർ തുടങ്ങിയ ശാസ്ത്രജ്ഞർ ഈ സിദ്ധാന്തത്തെ തെളിയിക്കുകയും വികസിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ കോപ്പർനിക്കസിന്റെ ചിന്തകൾ വലിയൊരു വിജ്ഞാന വിപ്ലവമായി മാറി. 25ാമത്തെ ചോദ്യം, ആസ്ടെക് സംസ്കാരത്തെക്കുറിച്ച് ലഘു വിവരണം എഴുതുക. ആസ്ടെക് സംസ്കാരത്തെക്കുറിച്ച് ലഘു വിവരണം എഴുതുക. പേജ് നമ്പർ 92 നോക്കുക. മധ്യ അമേരിക്കയിലെ പുരാതന സംസ്കാരങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ആസ്ടെക് സംസ്കാരം. 12ാം നൂറ്റാണ്ടോടെ ആസ്ടെക്കുകൾ വടക്കു പ്രദേശത്ത് നിന്നും മെക്സിക്കോയുടെ മധ്യ താഴ്വാരങ്ങളിലേക്ക് കുടിയേറി. മറ്റ് ഗോത്രങ്ങളെ തോൽപ്പിച്ച് അവർ തങ്ങളുടെ സാമ്രാജ്യത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിച്ചു. അവർ സമൂഹത്തെ പല തട്ടുകളായി തിരിച്ചിരുന്നു. പ്രഭുക്കന്മാർ, യോദ്ധാക്കൾ, പുരോഹിതന്മാർ എന്നിവരായിരുന്നു സമൂഹത്തിന്റെ മുകൾ തട്ടിൽ. വ്യാപാരികൾക്കും വിദഗ്ധ കൈത്തൊഴിലുകാർക്കും ഭിഷഗ്വരന്മാർക്കും വിവേകികളായ അധ്യാപകർക്കും സമൂഹം ആദരവ് നൽകിയിരുന്നു. ആസ്ടെക്കുകളുടെ മറ്റ് സാംസ്കാരിക സവിശേഷതകൾ നോക്കാം. മെക്സിക്കോ തടാകത്തിൽ ചിനമ്പകൾ എന്ന കൃത്രിമ ദ്വീപുകൾ നിർമ്മിച്ചു. ഫലഭൂയിഷ്ടമായ കൃത്രിമ ദ്വീപുകളിൽ തെനോച്ച് തിത്ലാൻ എന്ന തലസ്ഥാനം സ്ഥാപിച്ചു. സൂര്യദേവനെ ആരാധിക്കാനായി നിരവധി ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു. ചോളം, ബീൻസ്, മത്തങ്ങ, ഉരുളക്കിഴങ്ങ് തുടങ്ങിയവ കൃഷി ചെയ്തു. ഗോത്രങ്ങളായിരുന്നു ഭൂമിയുടെ ഉടമകൾ. കർഷകർ അടിമകളെ പോലെ പ്രഭുക്കന്മാരുടെ ഭൂമിയിൽ കൃഷി ചെയ്തു. കുട്ടികൾക്ക് വിവിധ രംഗങ്ങളിൽ വിദ്യാഭ്യാസവും പരിശീലനവും നൽകി. 16ാം നൂറ്റാണ്ടോടെ ആസ്ടെക് സംസ്കാരം ദുർബലമാകുവാൻ തുടങ്ങി. 26ാമത്തെ ചോദ്യം, സർവരാഷ്ട്ര സഖ്യത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാം. സർവരാഷ്ട്ര സഖ്യത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാം. പേജ് നമ്പർ 125 നോക്കുക. ലോകത്തെ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഒഴിവാക്കി സമാധാനം ഉറപ്പാക്കുവാനും അന്താരാഷ്ട്ര സഹകരണം വളർത്തുന്നതിനും ആഗോള സുരക്ഷയ്ക്കും വേണ്ടി രൂപീകരിക്കപ്പെട്ട ആദ്യ ആഗോള സംഘടനയാണ് സർവരാഷ്ട്ര സഖ്യം. ഇതിന്റെ ലക്ഷ്യങ്ങൾ അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക, വിവിധ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ സമാധാനപരമായ മാർഗങ്ങളിലൂടെ പരിഹരിക്കുക, ലോക രാഷ്ട്രങ്ങൾക്കിടയിൽ സാമ്പത്തികവും സാമൂഹികവുമായ നവീകരണം വളർത്തുക, അംഗരാഷ്ട്രങ്ങളുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുക. ലോകത്ത് സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നതിൽ സർവരാഷ്ട്ര സഖ്യം പരാജയപ്പെട്ടു. തുടക്കം മുതൽ തന്നെ ഇത് വൻ ശക്തികളുടെ കയ്യിലെ ഒരു കളിപ്പാവയായി മാറി. സഖ്യത്തിന്റെ ഈ നിഷ്ക്രിയ സമീപനം രണ്ടാം ലോക യുദ്ധത്തിന് കാരണമായി. സർവരാഷ്ട്ര സഖ്യത്തിന്റെ പരാജയത്തെ തുടർന്ന് 1945 ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വന്നു. ഈ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ബാക്കിയുള്ള ചോദ്യങ്ങൾ തുടർന്നുള്ള ക്ലാസുകളിൽ വിശദീകരിക്കുന്നതാണ്.
തുടർന്നും ഇതുപോലെയുള്ള ക്ലാസുകൾ ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തുക. ക്ലാസ് ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.